നമസ്തേ എവരി വൺ. നമ്മളിന്ന് ഫുഡിൻ്റെ പ്രത്യേകിച്ച് ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രയോജനം എന്താണ്, ദോഷങ്ങൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, പലപ്പോഴും നമുക്ക് പ്രോട്ടീൻ ചിക്കനിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ലാത്ത വളരെ ലീൻ പ്രോട്ടീനാണ്. അപ്പോൾ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. ബോണ് കുറച്ചുകൂടെ നമുക്ക് സ്ട്രോങ് ആകാനായിട്ട്. പിന്നെ നമുക്ക് പൊതുവേ നോക്കുമ്പോൾ വളരെ ക്വിക്കായിട്ട് ടേസ്റ്റി ആയിട്ട് എല്ലാ വിധത്തിലും ബോഡിക്കും ഒക്കെ നല്ലതായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചിക്കൻ കഴിച്ചുകൊണ്ട് നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ കിട്ടുന്നു. അതുപോലെ ഫാറ്റ് ലോ ആണ്, സ്കിൻലെസ് ആണ് എപ്പോഴും നല്ലത്. ഇനി വൈറ്റമിൻ ബി, സെലീനിയം, പിന്നെ ഫോസ്ഫറസ്, ഇതൊക്കെ നമുക്ക് എപ്പോഴും മസിൽ ഗ്രോത്തിന്, മസിൽ റിപ്പയേഴ്സിന് വളരെ അത്യാവശ്യമാണ്. പ്രൊമോട്ട് ബോൺ ഹെൽത്ത്, പ്രത്യേകിച്ച് ഫോസ്ഫറസ് ഉള്ളത് കൊണ്ട് വെയിറ്റ് നമുക്ക് കൂടാതിരിക്കാൻ, ഇല്ല അത്യാവശ്യം വെയിറ്റ് ഒന്ന് കുറയ്ക്കാനായിട്ടും നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിക്കുള്ള എനർജി കിട്ടാനായിട്ട്, നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ നന്നായിരിക്കാൻ, ഹെയർ, ഇതിനൊക്കെ നമുക്ക് ഇമ്മ്യൂണിറ്റി നന്നാകാനായിട്ട്, അതുപോലെ തന്നെ തൈറോയിഡ് ഫങ്ഷന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സെലീനിയത്തിൻ്റെ ഉള്ളതുകൊണ്ട് നമുക്ക് BP റെഗുലേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഈസിലി റെഡ് മീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡൈജസ്റ്റഡ് ആവും. റെഡ് മീറ്റും ഡൈജസ്റ്റ് ചെയ്യുന്ന ആണ് എളുപ്പത്തിൽ ഡൈജസ്റ്റ് ചെയ്യുന്നത്, അതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ നേരത്തെ ആയിരിക്കും. പിന്നെ കൊളോൺ റിച്ച് ഫുഡ് ആയതുകൊണ്ട് നമുക്ക് ബ്രെയിൻ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കാലറി വളരെ കുറവാണ്, അത് വളരെ ഇതാണ്. നമുക്ക് ആപ്പറ്റൈറ്റ് നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട്, മൂഡ് നിലനിർത്തി പോകാനായിട്ട്, മെൻ്റൽ ഹെൽത്തിന് വളരെ നല്ലതാണ്. ചൈൽഡ് ഗ്രോത്തിന് നല്ലതാണ്. പിന്നെ പലപ്പോഴും നമുക്ക് ബേക്ക്ഡും ഗ്രിൽഡും ഒക്കെയാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സസ്റ്റൈൻഡ് ആയിട്ട് എനർജി റിലീസ് ചെയ്യും, കുറച്ച് കൂടുതൽ നേരത്തേക്ക് കഴിക്കും. പിന്നെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് റിക്കവർ ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ഹോർമോൺ ബാലൻസ് നിലനിർത്താനായിട്ട്, പ്രത്യേകിച്ച് സിങ്ക് നിലനിർത്താനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഡൈജഷനെ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അമിനോ ആസിഡുകൾ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യമുണ്ട്. പിന്നെ അപ്പോൾ അത് എസൻഷ്യൽ അമിനോ ആസിഡ് ഉണ്ടെന്ന് പറയുന്നത് വളരെ നല്ലൊരു പോസിറ്റീവ് ഭാഗമാണ്. പിന്നെ നമുക്കൊരു കോംപ്രിഹെൻസീവ് മീലായിട്ട് നമുക്കിതിനെ പരിഗണിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾസും ഗ്രെയിൻസും ഒക്കെ കൂടെ ചേർത്ത് കഴിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, പിന്നെ നല്ല മൂഡിലേക്ക്, ട്രിപ്റ്റോഫാൻ ടർക്കിയിലൊക്കെയാണ് ഇത് വളരെ കൂടുതലാണ്. പിന്നെ നമുക്കിതിനകത്തുള്ള ഒരു ഫാറ്റ് വരുന്നത് കുറച്ച് ഹെൽത്തിയാണ്, അപ്പോൾ അതിൻ്റെ നമുക്ക് പ്രയോജനമുണ്ട്. ഡിസഡ്വാൻറ്റേജ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ചിലപ്പോൾ ചില കണ്ടാമിനേഷൻസ് ഇത് കൊടുക്കുന്ന ഫുഡിൽ നിന്ന് വരാം. സ്റ്റിറോയിഡ് എന്നൊന്നും പറയുന്നതിനകത്ത് സത്യമില്ല. കാരണം 1 കിലോ ചിക്കൻ അത് നമ്മളത് കൂട്ടണമെങ്കിൽ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡിൻ്റെ കോസ്റ്റ് താങ്ങൂല. അപ്പോൾ അതുകൊണ്ട് കർഷകർക്കൊന്നും സ്റ്റിറോയിഡ് ഒന്നും എടുക്കാൻ പറ്റില്ല. ആകെ നമുക്ക് പ്രശ്നമുള്ളത് ഈ ആൻറ്റിബയോട്ടിക്സിൻ്റെ റെസിഡ്യൂ അതിൽ കിടക്കുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പം അതിൻ്റെ റെസിസ്റ്റൻസ് പ്രോബ്ലം വരാം. അപ്പോൾ അത് അത്രയും കാര്യമായിട്ട് ഉപയോഗിക്കാത്തതാണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ ഈ ഫ്രൈഡ് ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫാറ്റ് കൂടെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ചില കുക്കിംഗ് ഇതനുസരിച്ചുള്ള അതിൻ്റെ പേര് ചെറിയ ഇൽനെസ് വരാനായിട്ട്, ചില ആൾക്കാർക്ക് ചിക്കൻ അലർജിയാണ്. നമുക്ക് ഈ കേരളത്തിനകത്ത് കിട്ടത്തില്ലാത്ത ഒരുപാട് ചിക്കൻ്റെ സാധനങ്ങൾ പുറത്തേക്ക് കിട്ടാനുണ്ട്. നമുക്ക് ഈ ചിക്കൻ്റെ എസൻസ് വേണമെങ്കിൽ നമുക്ക് ഡ്രിങ്കബിളായിട്ട് കിട്ടും. ജസ്റ്റ് എസൻസ് മാത്രം, നമുക്ക് സാധാരണഗതിയിൽ കുടിക്കാനായിട്ടുള്ളതിൻ്റെ മുകളിലത്തെ കീറിയിട്ട് നമുക്ക് കുടിക്കുന്നത് പോലെ ചിക്കൻ്റെ എസൻസ്. പിന്നെ നമുക്ക് ചിക്കൻ്റെ സ്കിന്ന് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ലെവൽ ഒത്തിരി കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ചിക്കന് ഫുഡ് ഇത്രയും കൊടുക്കുമ്പോഴത്തേക്കും ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ, ഇതിനൊക്കെയുള്ള ബയോഡൈവേഴ്സിറ്റി വാങ്ങിക്കാനായിട്ട്, പിന്നെ ഇൻഫ്ലമേഷന് സാധ്യത ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഇതെല്ലാവർക്കും വരാവുന്നതല്ല, സാധ്യത എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ചിലപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊരു മോശമായിട്ട് അവർ തെറ്റിദ്ധാരണ കൊടുക്കുന്നത്, ബ്രസീലിൽ നിന്ന് ഉണ്ടാക്കി 6 മാസം മുമ്പ് ഉണ്ടായിട്ടുള്ള ചിക്കൻ ഇവിടെ വന്നുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, ഗൾഫിൽ വന്നെന്ന് പറഞ്ഞു. കാരണം അതിന് ഈ ഫുഡ് പ്രിസർവ് ചെയ്യുന്നതിനൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ അത് കംപ്രസ് ചെയ്ത് ഡീപ്പ് ഫ്രീസറിൽ പോയതിന് ശേഷം
പിന്നെ അത് 4 ഡിഗ്രിക്ക് താഴെ സെൽഷ്യസ് സൂക്ഷിക്കുന്ന കടകളിലൊക്കെ കിട്ടുന്ന ചിക്കൻ സേഫാണ്. കാരണം ഗൾഫിൽ നിന്നുള്ള ചിക്കൻ കഴിച്ചുകൊണ്ടുവന്ന ആൾക്കാർക്ക് പ്രശ്നങ്ങളൊന്നും അങ്ങനെ വരുന്നില്ല. പക്ഷേ അതിലൊക്കെ കൂടുതൽ നമുക്ക് വരുന്നത് നമ്മൾ ഈ ചിക്കൻ പാചകം ചെയ്ത് കഴിഞ്ഞ് 2 മണിക്കൂറിൽ കൂടുതൽ പുറത്ത് വെച്ചിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ബാക്ടീരിയാസ് വളരാൻ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അത് വലിയ പ്രോബ്ലമാണ്. അപ്പോൾ 2 മണിക്കൂർ തണുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കയറ്റുന്നതാണ് ഏറ്റവും അത്യുത്തമം. അങ്ങനെ ഫ്രിഡ്ജ് നമ്മൾ എങ്ങനെയാണ് സേഫ് ആക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് പെട്ടെന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ചിക്കനിലുള്ള വേറെ പ്രശ്നങ്ങളൊന്നും. പിന്നെ അടുത്ത് വരാവുന്ന നമ്മൾ ഇനി പറയുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ ഫീഡ്, GMO, ഇല്ലെങ്കിൽ ഈ എന്താണ് ചിക്കനെ നമ്മൾ ലാബിലുണ്ടാക്കുക, അതൊന്നും നമ്മളെ വലുതായിട്ട് ബാധിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു ഫുഡ് ഇറക്കുമ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ലയെന്ന് ഒരുപാട് തലങ്ങളിൽ പഠനം നടത്തിയതിന് ശേഷമോ ഏത് ഗവൺമെൻറ്റും അതിന് സാങ്ഷൻ കൊടുക്കുകയുള്ളൂ. ഫുഡ് സേഫ്റ്റി അത്രയും റെഗുലേഷൻസ് അത്രയും കടുത്തതാണ്. അപ്പോൾ എന്തായാലും 5 വർഷത്തിന് ശേഷം ഇല്ല 10 വർഷത്തിന് ശേഷം ഉറപ്പായിട്ടും ചിക്കനെ കൊല്ലാണ്ടായിട്ട് വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനെ ലാബിൽ ഉണ്ടാക്കാനായിട്ടുള്ള മൂലകോശങ്ങളെല്ലാം നമ്മൾ അത് നിർമ്മിക്കാനുള്ള പഠനങ്ങളെല്ലാം ഇത് തന്നെ നിങ്ങൾ അതിൽ തന്നെ അടുത്ത നെക്സ്റ്റിലേക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലെ ഫുഡിൽ നമുക്ക് ചിക്കനും മട്ടനും ബീഫിനും ഇതിനൊന്നും പോർക്കിനൊന്നും വേണ്ടിയിട്ട് ഇതിനൊന്നും കൊല്ലേണ്ട ആവശ്യം വരത്തേയില്ല. ലാബിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരാറുണ്ട്. പിന്നെ ഈ ഫുഡിനെക്കുറിച്ചുള്ള ഫ്രോഡുകളൊക്കെ വല്ലപ്പോഴും എടുത്ത് ചില ഇത് കാണിക്കുന്നത് അത് എല്ലാവരെ സംബന്ധിച്ച് ബാധിക്കുന്നതല്ല. നമ്മൾ കഴിക്കാൻ പോകുന്ന സേഫ്റ്റി ഉണ്ടോ, അത് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിന് ശേഷമുള്ള സേഫ്റ്റി ഉണ്ടോ, സേഫ്റ്റി ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ 100% വിശ്വാസത്തോടു കൂടി മനസ്സിൽ നല്ല ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇതിനെ ഇവിടെ വരെ എത്തിച്ച ആൾക്കാർക്കോട് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി കഴിക്കുക. നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല. പിന്നെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് സേഫ് ടു കണ്ടിന്യൂ വിത്ത് ഫുഡ്. ചിക്കനുമായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.